ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നാടൻ പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. നമ്മൾ തട്ടുകടയിലും അതേപോലെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ എല്ലാവരും പല രീതിയിലേക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഇവിടെ കാണിക്കാം. ഇപ്പോൾ ഇതാ നമ്മളെ വീട്ടിൽ പുറത്ത് നന്നായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മഴക്കാലത്ത് നമുക്ക് അപ്പോൾ ചായൻ്റെ കൂടെ കഴിക്കാനൊക്കെ വലിയ ഇഷ്ടമായിരിക്കും പഴംപൊരി, അതേപോലെ പരിപ്പുവട, ഉള്ളിവട ഒക്കെ. അപ്പോൾ ഞാൻ ഉള്ളിവടയുടെ റെസിപ്പി ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഈസി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഈ പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതേപോലെ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുറേ ടൈമൊന്നും വെക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ബാറ്റർ. അപ്പോൾ നമുക്ക് ഈ സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം, ഈ ഒരു സ്പൂണ് 2.5 ടേബിൾ സ്പൂണോളം അരിപ്പൊടി. ഈ അരിപ്പൊടിയാണ് നമ്മൾ പഴംപൊരിക്ക് ക്രിസ്പിനെസ് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ചേർക്കുന്നത് കടലമാവാണ്. സെയിം ടേബിൾ സ്പൂണിൽ തന്നെ 2 ടേബിൾ സ്പൂണ്. പിന്നെ പിഞ്ച് ഉപ്പ്, പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര. അപ്പോൾ ഞാൻ ഈ ഒരു ടേബിൾ സ്പൂണിൽ തന്നെ 5 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ കൂട്ടിയെടുക്കാം. അത് നിങ്ങൾ ബാറ്റർ മിക്സ് ആക്കിയതിന് ശേഷം നോക്കിയാൽ മതി. പിന്നെ ഇതിലോട്ടൊരു പിഞ്ച് അപ്പക്കാരം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പക്കാരം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ലൊരു പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചേർത്തത്. ഇല്ലാതെയും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മാവിൻ്റെ പരുവത്തിലാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂണോളം ഏലക്കായ് പൊടിച്ചതും അതേപോലെ ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂണോളം കുറച്ചും കൂടെ എടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു തിക്കിൽ വേണം നമ്മളെ മാവ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതേ ഒരു സ്ട്രക്ചറിൽ ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട്, ഏകദേശം ഒരു ദോശ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലുമായിരിക്കണം ഇതെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു തിക്കിൽ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഞാനിവിടെ പഴംപൊരിക്ക് വേണ്ടിയിട്ട് ഈ പഴം നീളത്തിൽ അരിഞ്ഞിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പഴം ഒരു 5 പീസാക്കിയിട്ടാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് വലിയ രീതിയിലൊന്നും എടുത്തതെന്നുള്ളൂ. അപ്പോൾ ഇതാ ഈ ഒരു തിക്ക് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കണം, കൂടുതലാകേണ്ട, അതേപോലെ കുറഞ്ഞും പോകേണ്ട. അപ്പോൾ ഈ ഒരു തിക്ക് തന്നെ എടുക്കുക. ഇതിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ അറിയണമെങ്കിൽ നമ്മൾ ഇപ്പോൾ പഴം എടുത്തിട്ടുണ്ടെങ്കിൽ ആ പഴം ഈ മാവിലോട്ട് കറക്റ്റ് ഒന്ന് കോട്ടായിട്ട് കിട്ടണം. അപ്പോൾ ഇതേപോലെ ഇനി നമുക്ക് നല്ല തിളച്ച എണ്ണയിലോട്ട് ഈ ഒരു പഴം മാവിൽ മുക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. നല്ല തിളച്ച എണ്ണയിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ പഴംപൊരി ശരിക്കൊന്നും പൊങ്ങിക്കിട്ടുകയില്ല. പഴംപൊരി എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ഇതേപോലെ എല്ലാ പഴംപൊരി ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ കളറായതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതാ നമ്മൾ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ പുറത്ത് നല്ല മഴ തന്നെയാണ്, മഴ ഇതുവരെ നിന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ സൗണ്ടാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പഴംപൊരിയും കൂടെ ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ പഴംപൊരി എല്ലാം തന്നെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലുള്ള ഈസി റെസിപ്പീസായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു.